നിങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടത് എന്ന് ഒരു പിടിയിൽ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ തന്നെ ആലോചിച്ചു ഇതാണ് പോസ്റ്റിംഗ്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്റെ ഡെയിലി റുട്ടീൻ ഇൻ നഴ്സിംഗ് എഡ്യൂക്കേഷന്റെ പീരീഡിലുള്ള ഡെയിലി റുട്ടീൻ ആയിരുന്നു. അതും ക്ലാസ് ഉള്ള ടൈമിൽ, ക്ലിനിക്കൽസിന്റെ കാര്യമല്ല പറഞ്ഞത്, ക്ലാസ് ഉള്ള ടൈമിൽ. അപ്പൊ വീഡിയോ കാണാൻ തരേണ്ട ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ക്ലിനിക്കൽസിൽ വരുമ്പോൾ ഡെയിലി റുട്ടീൻ കാര്യങ്ങൾ. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് പഠിക്കാൻ പോകുന്ന പിള്ളേരെ, അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നിട്ട് പോവാം. അപ്പൊ നമുക്ക് വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പൊ എനിക്ക് എല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ മാക്സിമം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണോ എന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇവിടെ സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോ 2-3 ദിവസമായിട്ട് ഭയങ്കര ലേസിയാണ്, വീഡിയോ ഇടാനും തോന്നുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, കാണുന്നവര് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ, ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ് അത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ എന്റെ ക്ലിനിക്കൽ ഡേയ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രാവിലെ ഒരു 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡേ ഓഫ് ദ പോസ്റ്റിംഗ് ഒന്നൊരു ഇതായിരിക്കും. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, ടെൻഷനും ഉണ്ടാവും. ആദ്യമായിട്ട് ഹോസ്പിറ്റലിലെ പടി ചവിട്ടാൻ പോവാണ്. പടി ചവിട്ടാന്ന് വെച്ചാൽ നമ്മള് ആപ്രോണൊക്കെ ഇട്ട് നമ്മൾ നേഴ്സായിട്ട് നമ്മൾ പടി ചവിട്ടാൻ പോകണം ആദ്യമായിട്ടാണല്ലോ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ രാവിലെ 6 മണിക്ക് എഴുന്നേക്കുക, 7:10 എനിക്ക് ബസ് വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പൊ 7 മണിയാകുമ്പോഴത്തേക്കും ഫുഡ് മെസ്സിൽ വരും. വലിച്ചു വാരി തിന്നിട്ട് ഓടും ബസ്സിലോട്ട്. അപ്പൊ നമ്മൾ എക്സിക്യൂട്ടീവ് ഷൂസും ഗേൾസിന്റെ ഷൂസ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കോളേജിൽ നിന്ന് കൊടുക്കും, പൈസ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ യൂണിഫോം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ പോകുന്നു ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി രജിസ്റ്റർ സൈൻ ചെയ്ത് നമ്മൾ അസൈൻ ചെയ്തേക്കുന്ന വാർഡിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോകുന്നു. എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണം, ഒന്നും ആർക്കും ഒന്നും അറിയാൻ പാടില്ല. എനിക്ക് അറിയണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെ ഞങ്ങൾ വാർഡിലേക്ക്, എന്റെ കൂടെ 4-5 പേരുണ്ടായിരുന്നു, ഞാനും ഉൾപ്പെടെ 4-5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ വാർഡിലേക്ക് കയറി, പേഷ്യൻസ് കിടക്കുന്നു. നോക്കിയപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വേറെ ഉണ്ട്, വേറെ കോളേജസിൽ. അവർ ഓരോന്നൊക്കെ ചെയ്യുന്നു. നമ്മൾ ആദ്യമായിട്ട് നമുക്കൊന്നും അറിയില്ല. ഇൻചാർജ് അവിടെ നിന്ന് പട്ടിപ്പണി എടുക്കുന്നു. എല്ലാവരും പട്ടിപ്പണിയില്ല മൊത്തം. പേഷ്യൻസ് ഞങ്ങളെ നോക്കുന്നു, ചിരിക്കുന്നു. ഇൻചാർജ് ഞങ്ങളെ നോക്കുന്നു, നോക്കിയിട്ട് വീണ്ടും റെക്കോർഡ് നോക്കുന്നു. ബാക്കിയുള്ള സ്റ്റുഡൻസ് നമ്മളെ നോക്കി ചിരിക്കുന്നു. ഞങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടത് എന്ന് ഒരു പിടിയിൽ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ തന്നെ ആലോചിച്ചു ഇതാണ് പോസ്റ്റിംഗ്. അത് കഴിഞ്ഞ് അന്നത്തെ ഒരു ദിവസം കടന്നുപോയി. നമ്മളൊരു 12:30 ആയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓരോ പേഷ്യൻസിനോടും സംസാരിച്ചു. ഒന്നും അറിയാൻ മേലാത്തവൻ പിന്നെ സംസാരിക്കല്ലേ പതിവ്. സംസാരിച്ച് ഇന്നും എല്ലാവരും കമ്പനിയായി. മലയാളീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം കേട്ടോ. കമ്പനിയായി. പിറ്റേ ദിവസം നമ്മൾ പോകുന്നു. ഞങ്ങൾക്ക് ഉച്ച വരെ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. 12:30 വരെ പോസ്റ്റിംഗ് ഉണ്ട്. 1 മണിക്ക് ബസ് വന്ന് തിരിച്ച് ഹോസ്റ്റലിൽ. പിന്നെ ഞങ്ങൾ ഫ്രീ ടൈം ആണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ പോയാൽ മതി. അങ്ങനെ ആയിരുന്നു എനിക്ക്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വേറെ പോസ്റ്റിംഗ് ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ. ചില കോളേജിലൊക്കെ അങ്ങനെയാണ്. എനിക്ക് ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉച്ച വരെ പോസ്റ്റിംഗ്, ഉച്ച കഴിഞ്ഞ് ഫ്രീ ആയിരുന്നു. നമുക്ക് എഴുതാനുള്ള എഴുതി തീർക്കാം. നമുക്ക് കുറെ ഫ്ലെക്സിബിൾ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എഴുതാനുള്ള എഴുതി തീർക്കാം. വീണ്ടും ഞാൻ വൈകുന്നേരം ഹോസ്റ്റലിൽ വന്ന് എഴുതാനുള്ള എഴുതി 5 മണിയാകുമ്പോൾ വീണ്ടും നമ്മൾ ഗ്രൗണ്ടിലോട്ട് പോകും. ജിമ്മിലോ ഷട്ടിലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോവുക. വീണ്ടും ഒരു 7:30 ആയിട്ട് നമ്മൾ ഹോസ്റ്റലിൽ കയറി വരെ 8:30 ഫുഡ് കഴിക്കുക. വീണ്ടും 9:30 വീണ്ടും നമ്മൾ എന്തെങ്കിലും പഠിക്കാനുള്ളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കുക, ചെയ്യുക. ഇതൊക്കെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ വീണ്ടും 6 മണിക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റിങ്ങിന് പോകും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പിറ്റേ ദിവസം 2ാമത്തെ ഡേ ഓഫ് പോസ്റ്റിംഗ് നമ്മൾ അവിടെ ചെന്ന സമയത്ത് ഇതേമാതിരി തന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഇൻചാർജ് പറഞ്ഞു, ഏത് ഇയർ ആണ്? അവർ വിചാരിച്ച നമ്മൾ സീനിയേഴ്സ് ആണ്, നമുക്ക് അറിയാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഫ്രഷേഴ്സ് ആണ് അറിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ബെഡ് മേക്കിംഗ് ആണ് മെയിൻ. നമ്മളവിടുത്തെ ബെഡൊക്കെ നമ്മൾ വിരിച്ചിടണം. ഇതൊക്കെയാണ് മെയിൻ. പക്ഷെ ഇതൊന്നും നാണിക്കണ്ട, ഒരു നേഴ്സിംഗിന്റെ പ്രൊസീജിയർ ആണ്. ചുമ്മാ ഇങ്ങനെ കുടഞ്ഞിരിക്കുന്ന ബെഡ് മേക്കിംഗ് അല്ല. ഇതൊരു പ്രൊസീജിയർ പ്രകാരമുള്ള ബെഡ് മേക്കിംഗ് ആണ്. അത് നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ മാത്രമാണ് ആവശ്യം വരുള്ളൂ. അത് കഴിഞ്ഞാലും ലോക്കൽ ബെഡ് മേക്കിംഗ് ആയിരിക്കും. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ BP നോക്കുക, ബ്ലഡ് പ്രഷർ, പൾസ്, റെസ്പിറേഷൻ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം ഓരോ പേഷ്യന്റ്. എന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഇന്ന ടൈമിൽ നമ്മൾ ചാർട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ആദ്യം ചെയ്തു വരുന്ന കാര്യങ്ങൾ. അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. എങ്ങനെ പോയാലും ബ്ലഡ് പ്രഷർ നോക്കാനും സ്റ്റെത്ത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്നും സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് ക്ലിനിക്കൽ പോസ്റ്റിംഗിന്റെ ഒരു കാര്യം വെച്ചാൽ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, മെയിൻ ആയിട്ട് തിയറിയും ക്ലിനിക്കലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ഒരുപാട് കേസസ് കാണാം, ഒരുപാട് പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ ലേൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തിയറി ക്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ പോയി ഇരിക്കണം, ചിലപ്പോൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിപ്പോകും, പിന്നെ ഇങ്ങനെ കുറെ ഇരിക്കും, കുറെ തിരിഞ്ഞു പറഞ്ഞിരിക്കും. ഭയങ്കര ഒരു ഇതായിരുന്നു. ഇതാണെങ്കിൽ നമുക്ക് ഉച്ച വരെ ഉള്ളൂ. നമുക്ക് പുറത്ത് നമ്മളൊരു വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് മൊത്തത്തിൽ. അപ്പൊ അതാണ്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാണ്ട് ഒന്നുമല്ല. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര നൈസ് ആയിരിക്കും പോസ്റ്റിംഗ്. എന്നെ സംബന്ധിച്ച് പോസ്റ്റിംഗ് ഒക്കെ നൈസ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലെക്ചേഴ്സ് വന്ന് നമുക്ക് പറഞ്ഞു, അവരൊന്നും എപ്പോഴും നമ്മളോട് ഇരിക്കൂല. എല്ലാവരും പല സ്ഥലത്തും പല വാർഡിലും പല പിള്ളേരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കും. ഇൻചാർജ് നമ്മൾ കമ്പനി ആയി കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം അവരായിട്ട് സംസാരിക്കുക, അവിടെ ഉള്ളവരായിട്ട് സംസാരിക്കുക, പേഷ്യന്റായിട്ട് സംസാരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ക്യാരക്ടർ നമ്മൾ
എങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എല്ലാവരും സംസാരിച്ച് നമ്മളെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളെല്ലാം പഠിച്ചെടുക്കാനുള്ള രീതിയിൽ നിൽക്കുക. അങ്ങനെ നമുക്കൊരു ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. പല ഓപ്പർച്യൂണിറ്റീസും ക്ലോസ് ആയി പോവാണ്ട് പല ഓപ്പർച്യൂണിറ്റീസും പുതുതായി നമുക്ക് തുറന്നു വരും. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പ്രൊസീജിയർ, അതായത് ബ്ലഡ് പ്രഷർ നോക്കുക, പൾസ്, റെസ്പിറേഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ്, എത്ര ബീറ്റ് പെർ ഇതാണ് എല്ലാം അറിഞ്ഞിരിക്കുക കറക്റ്റ് ആയിട്ട്. നമ്മളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ BP അപ്പാരറ്റസ് എന്ന് പറയുന്നത്, ഒരു കയ്യിൽ നമ്മൾ കഫ് കെട്ടിയിട്ട് നമ്മൾ സ്വിച്ച് നിൽക്കുമ്പോൾ റീഡിങ് കാണിക്കുന്ന BP അപ്പാരറ്റസ് ആണ്. ആ സാധനം ഉപയോഗിച്ച് നിങ്ങൾ BP നോക്കാണ്ടിരിക്കുക. നിങ്ങൾ മെർക്കുറിയുടെ ഉണ്ട്, അറിയായിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ അറിയുള്ളൂ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നെക്കിയിട്ടുള്ള മെർക്കുറിയുടെ BP അപ്പാരറ്റസ് ഉണ്ട്, മാനുവൽ ഉണ്ട്. അതും ഉപയോഗിച്ച് വേണം ചെയ്ത് പഠിക്കാൻ. അതാണ് നല്ലത്. അത് ചെയ്ത് പഠിച്ചേ പറ്റൂ. അത് ചെയ്ത് പല ഹോസ്പിറ്റൽസിൽ ഇപ്പോഴും മാനുവലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്താണ് കറക്റ്റ് റീഡിങ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. മറ്റേത് നമ്മൾ കഫ് കെട്ടി സ്വിച്ച് നിൽക്കാൻ എല്ലാവർക്കും പറ്റും. അതിപ്പോൾ മെഡിക്കൽ പഠിക്കണമെന്നൊന്നുമില്ല, എല്ലാവർക്കും കഫ് കെട്ടി സ്വിച്ച് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് അത് നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ മാനുവലി നിങ്ങൾ പഠിച്ചിരിക്കുക. ക്ലിനിക്കൽസിൽ ഇത്തരം കാര്യങ്ങളാണ് ബിഗിനിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. തുടക്കത്തിൽ ഇനി ലെവൽ 2ഉം 3 ഒക്കെ നമ്മൾ വരുന്നുണ്ട് അടുത്ത വീഡിയോസിലൂടെ. എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളെന്ന്, എങ്ങനെയാണ് നമുക്ക് മോർ പ്രൊഫഷണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് സ്റ്റേ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുക കേട്ടോ. താങ്ക് യു.